ഗൈസ്, ഇതെൻ്റെ വീട്ടിലെ ക്ലൂക്ലോസ് പൊടി. രാവിലെ 5:30ക്ക് ഇവനോട് ബൈ പറഞ്ഞ് ഞാൻ പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല. വന്നിട്ട് ഒരു 2-3 വീക്കൊക്കെ ആയി. അപ്പോൾ ഇനിയും തിരിച്ചു പോയില്ല, ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ രാവിലെ തന്നെ വന്ന് അപ്പോട്ടം പിക്ക് ചെയ്തു. പിന്നെ നല്ല തണുപ്പാണ്, എനിക്ക് പനിയാണ്, എന്നിട്ടും ഞാൻ പോവുകയാണ്. നമ്മൾ സാധാരണ പെരിന്തൽമണ്ണ വഴിയാണ് പോവാറ്. പക്ഷേ ഇത്തവണ അവിടെ റോഡൊക്കെ കുറച്ച് പ്രശ്നമാണല്ലോ, അതുകൊണ്ട് നമ്മൾ കോട്ടയ്ക്കൽ വഴി പോകാമെന്ന് കരുതി. ചായ മസ്റ്റാണ്. അപ്പം നിലമ്പൂർ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ഇവിടെ നിൽക്കാൻ കാരണം വേറൊരാളെ കൂടെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഇവനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ആദ്യം ഒരു തവണ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ചൊക്കെ പോകും. നമ്മുടെ നാട്ടിൽ കാളവണ്ടിയൊക്കെ ഉണ്ടല്ലേ, ഞാനതായിട്ടാണ് കാണുന്നത്. പിന്നെ ചുരത്തിൽ നിന്ന് വ്യൂ നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി കുറച്ചൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. നല്ല തിരക്കുണ്ട്. ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെങ്കിലും ആർക്കും ട്രിപ്പ് മോഡങ്ങ് മാറിയിട്ടില്ല തോന്നുന്നു. അത്രയും തിരക്കായിരുന്നു ചുരത്തിലെല്ലാം, ബസ്സും കുറേ ബൈക്കും എല്ലാം. പിന്നെ ഞങ്ങളത് ഈ വ്യൂ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അതിൻ്റെ താഴെ ഒരു ചായക്കടയും ഉണ്ട്. ഇത് നമ്മുടെ കൂടല്ലൂർ റോഡാണ്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല രസമുള്ള ഒരു പ്ലേസ്. കുറച്ച് സമയമൊക്കെ അവിടെ നിർത്തി കണ്ടിട്ടാണ് നമ്മൾ പോയത്. പിന്നെ കാടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയത്. കുഴപ്പമില്ലാത്ത ഫുഡായി ഇവിടെ കേട്ടോ. അവിടെ നിന്ന് നേരെ മുതുമല ഫോറസ്റ്റ്. ഇവിടെ പിന്നെ പറയണ്ടല്ലോ, രണ്ട് സൈഡ് നിറയെ മരങ്ങളും കുറേ മൃഗങ്ങളും അതിൻ്റെ നടുവിലൂടെ ഒരു റോഡും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാണ്ട് ഒരു റൈഡ് അടിക്കണം, മൈൻഡൊന്ന് കൂളാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. മുതുമല ബന്ദിപ്പൂർ ഫോറസ്റ്റ് റോഡ്. ഞാനിന്ന് വീഡിയോ എടുക്കുമെന്ന് അറിയുന്നതുകൊണ്ടായിരിക്കണം, മൃഗങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ കുരങ്ങിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 ആനയെ കണ്ടു. സാധാരണ നിറച്ചും ആൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇത്തവണ അതുമില്ല. സാധാരണ നമ്മൾ മൈസൂർ വഴിയല്ലേ വരാറ്. അപ്പോൾ ഇത്തവണ റൂട്ട് മാറ്റിക്കളയാന്ന് കരുതി മൈസൂർ ടച്ച് ചെയ്യാണ്ട് ബാംഗ്ലൂർ പോകുന്നൊരു വഴി. അങ്ങനെ വരുമ്പോഴാണ് ശ്രീമദ് ഗോപാലസ്വാമി ഹിൽസ് അങ്ങനെ ഇതൊരു ബോർഡ് കണ്ടത്. അപ്പോൾ കരുതി എന്നാൽ അവിടെയും കൂടി പോയി നോക്കാമെന്ന്. എന്തായാലും വരുന്ന വഴിയല്ലേ. അവിടെ പോയതും ഫുള്ളൊരു വില്ലേജ് ഏരിയ, കുറേ കൃഷിയും കുറേ പശുക്കളും ഒക്കെ ആയിട്ട്. പക്ഷെ നല്ല അടിപൊളിയാണ്. ആ കാണുന്ന തോന്നുന്നു ഹൈല്. ഞങ്ങൾ എന്തായാലും പോയി നോക്കാമെന്ന് കരുതി. പിന്നെ ഈ റോഡിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ബൈക്ക് ഓടിച്ചു. ആളുകളുടെ അടുത്തുനിന്ന് പിന്നെ അപ്പോട്ട് എനിക്ക് തരില്ലല്ലോ. പകുതി എത്തിയപ്പോൾ മനസ്സിലായി വല്ലാണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നൈറ്റാവും വീട്ടിലെത്താൻ. അതുകൊണ്ട് നമ്മൾ അധികം നിന്നില്ല. അവിടെ കണ്ട ഈ സൂര്യകാന്തി തോട്ടത്തിലൊക്കെ ഇറങ്ങി അവിടുത്തെ ഒരു കന്നഡ പറയുന്ന അമ്മാവനായിട്ട് കുറച്ചേരം സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ വിട്ടു.
യൂഷ്വലി ഒരു 3:30ക്ക് മുമ്പ്, മാക്സിമം ഒരു 2:30ക്ക് മുമ്പ് ഞങ്ങൾ ബാംഗ്ലൂർ എത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത് 7:30 കഴിഞ്ഞ് 8 മണി ആകുമ്പോഴാണ്. ഇത്രയും വേഗം എന്താ കാരണം ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഓക്കെ ബായ്, പിന്നെ കാണാം.